Hello everyone, welcome to Kids Area Online. Class 3 Mathematics exam ആണ്. Exam എല്ലാവരും എഴുതിയോ? നന്നായിട്ട് എഴുതിയോ? Answers നോക്കാവോ? നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ്. ഒബ്സർവ് ദ കോളം പ്രിപ്പയർഡ് ബൈ ക്ലാസ് 3 സ്റ്റുഡൻസ് ഫോർ ഗണിതോത്സവം. ഓക്കെ, ഗണിതോത്സവത്തിന് അവർ പ്രിപ്പയർ ചെയ്തതാണ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ ഷേപ്സ് ഇൻ ദ കോളം. ഫസ്റ്റ് എഴുതാനുള്ളത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. എത്ര ട്രയാങ്കിൾ ആണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 ആണ് ട്രയാങ്കിൾസ് ഉള്ളത്. 14 ട്രയാങ്കിൾസ്. അടുത്തുള്ളത് സ്ക്വയർ ആണ്. സ്ക്വയർ എത്രയുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 ഇതൊരു വലിയ റെക്റ്റാങ്കിൾ ഉണ്ട്. 9 10 11 12 13 സ്ക്വയർ 13 ആണുള്ളത്. അടുത്ത സർക്കിൾ. സർക്കിൾ ഒരു വലിയ സർക്കിൾ ഉണ്ട്. അത് 1, ഇവിടെ ഒരു ചെറുതുണ്ട് 2 3 4 5 6 7 8 സർക്കിൾ 8 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ട്രയാങ്കിൾ 14, സ്ക്വയർ 13, സർക്കിൾ 8. ഓക്കെ, ത്രികോണം 14, ചതുരം 13, വട്ടം 8. ഓക്കെ, വൃത്തം 8 ആണ് ഉള്ളത്. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Anu made a triangle with pieces of irkil. How many pieces of irkil are needed to make a triangle? Anu triangle ഉണ്ടാക്കി ഈർക്കിൽ ഉപയോഗിച്ചിട്ട്. എത്ര ട്രയാങ്കിൾ വേണ്ടി വരും? 1 2 3. എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ വേണം? 3. അപ്പോൾ 3 ആണ് ആൻസർ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തത് നോക്കാം. See question. Observe the picture. ഇതിൽ question എന്ന് പറയുന്നത് the number of white rectangle is dash than the number of black rectangles. Put a tick mark on the correct answer. Number of white rectangles എത്രയുണ്ടെന്ന് നോക്കുക. Number of white rectangles എത്രയുണ്ട്? 1 2 2 ആണുള്ളത്. ഓക്കെ, black rectangles 1 2 3. അപ്പോൾ white rectangles 2 ആണുള്ളത്. ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് 3 ആണുള്ളത്. ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് 3 ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് 3 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ദ നമ്പർ ഓഫ് വൈറ്റ് റെക്റ്റാങ്കിൾസ് ഈസ് ഡാഷ് ദാൻ ദ നമ്പർ ഓഫ് ബ്ലാക്ക് റെക്റ്റാങ്കിൾസ്. വൈറ്റ് റെക്റ്റാങ്കിൾസ് ബ്ലാക്ക് റെക്റ്റാങ്കിൾസിനെക്കാളും കൂടുതലാണോ കുറവാണോ? 1 കൂടുതലാണോ 1 കുറവാണോ? 2 കൂടുതലാണോ 2 കുറവാണോ? വൈറ്റ് റെക്റ്റാങ്കിൾസ് ബ്ലാക്ക് റെക്റ്റാങ്കിൾസിനെക്കാളും 1 കുറവാണ്. 1 ലെസ്, 1 കുറവ്. 1 ലെസ് ആണ് ആൻസർ. 1 കുറവ്. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാണ്. ഒബ്സർവ് ദ ടേബിൾ ദാറ്റ് ഷോസ് ദ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് നോട്ട്സ് ഈച്ച് ക്ലാസ് ബ്രോട്ട് ഫോർ ദ എക്സ്പെൻസ് ഓഫ് ദ ഗണിതോത്സവം. ഗണിതോത്സവത്തിന്
വന്ന നോട്ടുകൾ ഏതൊക്കെ എത്രയെന്നാണ് ഉള്ളത്. അപ്പോൾ ഒന്നാം ക്ലാസ്സിന് 2 200 രൂപ നോട്ട് വന്നു, ഒരു 100 രൂപ നോട്ട് വന്നു, 3 10 രൂപ നോട്ട് വന്നു. എന്നാൽ ടോട്ടൽ എത്രയാണ്? 2 200 രൂപ, അപ്പോൾ എത്രയായി ഇവിടെ? 400. ഒരു 100 രൂപ, 3 10 രൂപ, അപ്പോൾ എത്രയായി? 30. അപ്പോൾ ടോട്ടൽ എത്രയാ വരിക? 400 പ്ലസ് 100 പ്ലസ് 30, അപ്പോൾ എത്ര വരും? 530. 530. 2 200 ആകുമ്പോൾ 400 രൂപയായി. 400 പ്ലസ് 100 പ്ലസ് 30, 530. ഇവിടെ 850 രൂപയാണ് ഉള്ളത്. ഒരു 500 രൂപ കിട്ടി. 100 രൂപ എത്ര എണ്ണം വേണ്ടി വരും 850 ആവാൻ വേണ്ടി? 3 എണ്ണം വേണ്ടി വരും. ഓക്കെ, 3 എണ്ണം. അപ്പോഴാണ് 3 എണ്ണം വേണം, എന്നാലേ 300 ആവത്തുള്ളൂ. ഇവിടെ 10 രൂപ എത്ര എണ്ണം വേണ്ടി വരും? 5 എണ്ണം, എന്നാലേ 50 ആവത്തുള്ളൂ. ഓക്കെ, 300 ആകണമെങ്കിൽ 3 എണ്ണം വേണം, 50 ആകണമെങ്കിൽ 5 എണ്ണം വേണം. അപ്പോൾ 500 പ്ലസ് 300 800, 800 പ്ലസ് 50 850. ആൻസർ അപ്പോൾ എന്താ വരിക ഇവിടെ? ആൻസർ വരുന്നത് ഇവിടെ 3, ഇവിടെ 5. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു 500 രൂപ, ഒരു 200 രൂപ, 21 10 രൂപ എന്ന് പറയുമ്പം 210 രൂപ. അപ്പോൾ 500 പ്ലസ് 200 എത്രയാ വരിക? 700 പ്ലസ് 210 910. 910 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ 530, 3, 5, 910. ഇതാണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ഓഫ് 4th standard brought rupees 980. Mark the tick for the correct one. 900, 980. ഇതാണുള്ളത്. 18 അല്ല 80. 980. അതെവിടെയുള്ളത്? 4. 980. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തേത്, find the number, observe the number plan, prepare for ഗണിതോത്സവം. ഗണിതോത്സവത്തിന് തയ്യാറാക്കിയ നമ്പർ പ്ലാൻ ആണ്. 300, 110, 51. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക? 300, 410, 15. അപ്പോൾ എന്താ ആൻസർ വരിക? 345. അതിൽ എത്ര ടെൻസ് ഉണ്ട്? 10 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 100 ഇല്ലാത്തത് കൊണ്ട് 34 ടെൻസ്. 34 ടെൻസ്. എത്ര വൺസ് ഉണ്ട്? 5 വൺസ്. 110 ആണേ, തെറ്റിപ്പോയി. 410 അല്ല, 110 ആണ്. ഓക്കെ, 300 110 ആണ് കേട്ടോ. 110. അപ്പോൾ 10 5 1 5. അപ്പോൾ എത്രയാ വരിക? 315. 315. അതിൽ എത്ര ടെൻസ് ഉണ്ട്? 31 ടെൻസ്. 5 വൺസ്. എത്ര വൺസ് ഉണ്ട്? 315 വൺസ്. ഇത് മുഴുവനും വൺസ് ആണ്. അപ്പോൾ ഇതാണ് എ ചോദ്യത്തിന്റെ ഉത്തരം. 345 അല്ല, 315. ഓക്കെ, അടുത്തത് നോക്കാം. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. 210, 320, 430. ഇവിടെ 2, 3, 4. അപ്പോൾ അടുത്ത് എന്താ വരിക? ഇവിടെ 5 വരും, ഇവിടെ 6 വരും. 1, 2, 3. ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ഇനി എല്ലാത്തിലും 0 ഉള്ളത് കൊണ്ട് 0 ചേർക്കുക. ഇതാണ് ആൻസർ. ഓക്കെ, put tick on the correct one which is arranged from the smallest to largest. സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടിക്ക് ചെയ്യുക. ഇവിടെ 600, 700, 500 തെറ്റിപ്പോയി. 214, 224, 234, 24 തെറ്റിപ്പോയി. 204 തെറ്റിപ്പോയി. 512, 520, 540, 550. സി ആണ്. ഇതാണ് ശരി ഉത്തരം. ഇതാണ് സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ശരി ഉത്തരം. ഓക്കെ, ആക്ടിവിറ്റി 4, കാർഡ് പ്ലേ. റാഷി ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് കാർഡ്സ് ഫോർ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഗണിതോത്സവം. ഗണിതോത്സവത്തിന് അവർ കാർഡ് തയ്യാറാക്കുകയാണ്. ദ നമ്പർ കാർഡ്സ് ഫ്രം
100 to 135 were prepared for the children of the first standard. How many children are there in the first standard? 100 മുതൽ 135 വരെയാണ് ഒന്നാം ക്ലാസ്സിലെ കാർഡ്. 100 മുതൽ 135 വരെ. How many children are there in the first standard? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ട്? 100 മുതൽ 135 വരെ. അപ്പോൾ 100 മുതൽ കൗണ്ട് ചെയ്യണം. 100 മുതൽ പിന്നെയാണ് 101. അങ്ങനെ 135 എത്തുമ്പോൾ എത്രയായി? 35. ഇതിൻ്റെ കൂടെ 100ന്റെ ഒന്നുകൂടി ചേർക്കുമ്പോൾ എന്തായി? 36. ആൻസർ ഈസ് 36. 101 മുതൽ 135 വരെ ആയിരുന്നെങ്കിൽ 35 ആയിരുന്നേനെ. 100 മുതൽ 135 ആയതുകൊണ്ട് 100ന്റെ ഒന്നുകൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 36. 32 cards were prepared for standard 2 students. If the number on the first card is written consecutively starting from 50, what will be the number of the last card? അപ്പോൾ 32 കാർഡാണ് രണ്ടാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡിൻ്റെ നമ്പർ 50 ആണ്. എന്നാൽ 32 കാർഡുകൾ ചേരുമ്പോൾ എത്രയാണ്? 50 മുതൽ 32 വരെ. 50നോട് 32 ചേർക്കുമ്പോൾ എത്രയാണ്? അതെങ്ങനെ കണ്ടെത്താം നമുക്ക്? 50 എന്ത് ചെയ്യണം? 50ആണ് സ്റ്റാർട്ടിങ്. 50ആണ് സ്റ്റാർട്ടിങ്. അത് മുതൽ മുന്നോട്ട് പോയി ലാസ്റ്റ് കാർഡ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് കാർഡ് നമ്പർ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 32 കാർഡ് ഉണ്ട്. 32 കാർഡ് ഉണ്ട്. അപ്പോൾ 32 കാർഡ് ആവുമ്പോൾ 50 മുതലാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ എടുക്കുക. 49 പ്ലസ് 32 എടുക്കുക. 49 പ്ലസ് 32 81 ആണ് ആൻസർ വരിക. അതായത് 50 പ്ലസ് ഇവിടുത്തെ 50 സ്റ്റാർട്ടിങ് ഫ്രം 50 ആണല്ലോ. 50 പ്ലസ് 32 എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 82 കിട്ടും. അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 81 കിട്ടും. 81 ആണ് ആൻസർ. സ്റ്റാർട്ടിങ് ഫ്രം 50 ആണ്. 50 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 82 ആണ് കിട്ടുക. 50 ഉൾപ്പെടുന്നതിനാൽ അത് കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 81 കിട്ടും. ഓക്കെ, 81 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the largest and smallest 3-digit number that can be made using the cards. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലാർജസ്റ്റ് നമ്പർ. അതിനെന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതുക. 7. അടുത്തത് 5, 2. ഇതാണ് ലാർജസ്റ്റ് നമ്പർ. ഇനി ഏറ്റവും ചെറുതുണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. 2. ഇനി ബാക്കി ഏറ്റവും ചെറുത് 5, 7. ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ. Which of the following is the number formed by 300s and 26 ones? 300s അപ്പോൾ 300 ആയി. 26 tens എന്ന് പറയുമ്പോൾ 260 ആയി. 26 ones അല്ല, 26 tens അപ്പോൾ 260. ടോട്ടൽ എത്രയാണ് വരിക? 0, 6, 5. 560 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 560. ഇവിടെ 300s എന്ന് പറയുമ്പോൾ 300. 300s. 26 tens ആണ്. അപ്പോൾ 26 tens വേണം. അപ്പോൾ 260 കൂട്ടുമ്പോൾ 560 കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ തീർന്നു. അടുത്ത ചോദ്യം 4B ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് റൈറ്റ്. Write 4 3-digit numbers that can be formed using this card. ഈ കാർഡ് ഉപയോഗിച്ചിട്ട് 4 3-digit നമ്പർ ഉണ്ടാക്കണം. 4 എണ്ണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. 346. അതുപോലെ നമുക്ക് വേറെ എന്തുണ്ടാക്കാം? 436, 643, 364. നിങ്ങൾക്ക് ഇത് തന്നെ ഒന്നുമില്ല കേട്ടോ, വേറെ ഉണ്ടാക്കാം. നിറയുണ്ട്. 463 എഴുതാം, 634 എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, നിങ്ങൾ 4 നമ്പർ എഴുതിയാൽ മതി. എന്നാൽ മാത്രമേ അടുത്ത ചോദ്യം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ A ചോദ്യം ഇതാണ്. ഇതിൽ നിന്ന് 3 ഡിജിറ്റിൻ്റെ 4 സംഖ്യകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു A ചോദ്യം. അതിൽ B ചോദ്യം വരുന്നത് എഴുതിയ നമ്പേഴ്സിനെ സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലോട്ട് എഴുതുക. അപ്പോൾ ടീച്ചർ എഴുതിയ നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതുന്നത്. 346 ആണ് ടീച്ചർ ആദ്യം എഴുതാൻ പോകുന്നത്. അടുത്ത് അതിനേക്കാളും വലുതാണ് 364, അതിനേക്കാളും വലുതാണ് 436, അതിനേക്കാളും വലുതാണ് 643. നിങ്ങൾ എഴുതിയ നമ്പേഴ്സിനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക.
What is the number on the 13th card if you write it consecutively starting from 716? 716 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ 30ാമത്തെ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 760 എന്ന് ഒന്ന് കുറയ്ക്കുക, 715, എന്നിട്ട് അതിൻ്റെ കൂടെ 30 കൂട്ടിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ആൻസർ കിട്ടുന്നത് 745. 745 ആണ് ആൻസർ. ഓക്കെ, 30ാമത്തെ കാർഡ് 716 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 30ാമത്തെ കാർഡ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 716നോട് 30 കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് 30 കൂട്ടിയാൽ മതി. വിച്ച് നമ്പർ ഈസ് ഫോംഡ് ബൈ 705 tens? 700 എന്ന് പറയുമ്പോൾ 700. അടുത്ത് പറയുന്നത് 5 tens. 5 tens എന്ന് പറയുമ്പോൾ 50 ആണ്, പ്ലസ് 50, അപ്പോൾ 750. ഇതാണ് ആൻസർ, 750. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ 5A abacus. Given below is the abacus prepared for ഗണിതോത്സവം. What is the number on the abacus? അബാക്കസിലെ നമ്പർ എത്രയാണ്? എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5 hundreds. എത്ര ടെൻസ് ഉണ്ട്? 2 tens. എത്ര വൺസ് ഉണ്ട്? 4 ones. അപ്പോൾ നമ്പർ വരിക 524. 524 ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കാം. On this abacus, a pearl is taken from one's place and put in the tens place. One's placeൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് ഒരു പേൾ എടുത്തു. വൺസ് പ്ലേസിൽ നിന്ന് ഒരു പേൾ എടുത്തിട്ട് ടെൻസ് പ്ലേസിൽ കൊണ്ടിട്ടു. അപ്പോൾ വൺസ് പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് ടെൻസ് പ്ലേസിൽ കൊണ്ടിട്ടു. അപ്പോൾ ഇതിവിടെ കുറഞ്ഞു, ഇതിവിടെ ആഡായി. അപ്പോൾ എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. 500, 3 tens, 3 ones. ഇവിടെ ഒന്ന് കുറഞ്ഞു, ഇവിടെ ഒന്ന് കൂടി. അപ്പോൾ 533. ആൻസർ എന്താ വരിക? 533 ആണ് ആൻസർ വരിക. 533. അടുത്ത സി ക്വസ്റ്റ്യൻ. ടിക്ക് on the correct statement about 830. 830ക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 830 ones. അപ്പോൾ ഇത് കറക്റ്റ് തെറ്റാണ്. 83 ones തെറ്റാണ്. 83 tens അതാണ് ശരി. 83 tens എന്ന് പറയുന്നത് എന്താണ്? 830 ആണ്. 83 tens ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡി ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ നമ്പർ കാർഡ്സ് ഗിവൺ. ഇവിടെ കുറച്ച് നമ്പർ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. വിച്ച് 3 cards will form 1000? Which ones did റാഷി ആൻഡ് വോവി ചൂസ്? റൈറ്റ് ദം ഇൻ ദ ബോക്സസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ടീച്ചർ ഇവിടെ കണ്ടെത്തുന്നത് 3 കാർഡേ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ആ 3 കാർഡുകൾ നമ്മൾ കൂട്ടുമ്പോൾ 1000 കിട്ടണം, 1000 കിട്ടണം. അപ്പോൾ ടീച്ചർ ഇവിടെ 500 ഒന്ന് സെലക്ട് ചെയ്തു. 500 ആദ്യം സെലക്ട് ചെയ്യാണ്. 500. 500ന്റെ കൂടെ 400 സെലക്ട് ചെയ്യാണ്. 400. എന്നിട്ട് ടീച്ചർ 100 സെലക്ട് ചെയ്യാണ്. അപ്പോൾ എത്ര വരും? 1000 കിട്ടും. അങ്ങനെ വരുമ്പോൾ 1000 കിട്ടും. ഓക്കെ, അടുത്ത ടീച്ചർ സെലക്ട് ചെയ്യാൻ പോകുന്നത് 450 സെലക്ട് ചെയ്യുവാണ്. 450. 450യോടൊപ്പം 300 സെലക്ട് ചെയ്യുവാണ്. 300. അതിൻ്റെ കൂടെ 250 സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ 450, 300, 250. 1000 കിട്ടുമെന്ന് നോക്കട്ടെ. 0, 5, 1, ഓക്കെ, 1000. അപ്പോൾ കാർഡ് എടുത്തു. റാഷി എടുത്ത കാർഡ് 500, 400, 100. അപ്പോൾ എന്ത് കിട്ടും? എല്ലാം കൂടി കൂട്ടുമ്പോൾ 1000 കിട്ടും. 450, 300, 250 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1000 കിട്ടും. ഇതായിരുന്നു ഡി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 5B ആണ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. 5A അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. 5B വരുന്നത് given below are the number cards exhibited in the ഗണിതോത്സവം. ഗണിതോത്സവത്തിൽ ഇതും സെയിം തന്നെയാണ്. കുറച്ച് കാർഡ് തന്നിട്ടുണ്ട്. പക്ഷെ കൂട്ടുമ്പോൾ 9000 ആണ് കിട്ടേണ്ടത്. 900 ആണ് കിട്ടേണ്ടത്. 900 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 3 കാർഡ് സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇയാൻ 3 കാർഡ് സെലക്ട് ചെയ്തു, സോഫി 3 കാർഡ് സെലക്ട് ചെയ്തു. കൂട്ടുമ്പോൾ 900 ആണ് കിട്ടേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇയാൻ ആൻഡ് സോഫി ഗോട്ട് 900. ആദ്യം നമുക്ക് ഇയാൻ്റെത് സെലക്ട് ചെയ്യാം.
500 സെലക്ട് ചെയ്യാം. 500, 400 സെലക്ട് ചെയ്യാം. 9 ചെയ്യാൻ പറ്റില്ല കേട്ടോ. 300 സെലക്ട് ചെയ്യാം. കാരണം 900 ആണല്ലോ കിട്ടേണ്ടത്. 300 സെലക്ട് ചെയ്യാം. 300 സെലക്ട് ചെയ്യാം. 100 സെലക്ട് ചെയ്യാം. അപ്പോൾ എത്രയായി? 1000 കിട്ടി. ഇനി അടുത്ത് നമുക്ക് സോഫിക്ക് 450 സെലക്ട് ചെയ്യാം. 400 സെലക്ട് ചെയ്യാം. അപ്പോൾ എത്രയായി? 850. ഇനി ഒരു 50 കൂടി സെലക്ട് ചെയ്താൽ എന്തായി? 900 ആയി. 500, 300, 100. 0, 0, 9. അടുത്ത് 450, 400, 50. 0, 5, 5 കൂട്ടുമ്പോൾ 10, 0 1 ശിഷ്ടം 4 4 8 9. ഓക്കെ. അപ്പോൾ 900 കിട്ടുന്ന രീതിയിൽ 3 കാർഡ് വീതം സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു 5Bയിലെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത B ക്വസ്റ്റ്യൻ്റെ ആൻസർ അബാക്കസ് നോക്കി നമ്പർ എഴുതുക. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 4 hundreds, 3 tens, 2 1. അപ്പോൾ നമ്പർ കിട്ടുക 432. C ക്വസ്റ്റ്യൻ നോക്കാം. C ക്വസ്റ്റ്യൻ വരുന്നത് C question, a pearl is taken from 100 place and put in the 10th place. 100 place in ഒരെണ്ണം എടുത്ത് ഇവിടെ ഇട്ടു, 10ന്റെ പ്ലേസ് ഇട്ടു. 100ന്റെ പ്ലേസിൽ നിന്ന് ഒരെണ്ണം എടുത്ത് 10ന്റെ പ്ലേസിൽ ഇട്ടു. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 2 വരും. ആൻസർ എന്താ വരിക? 342. നേരത്തെ ഉണ്ടായിരുന്നത് 432. ഇപ്പോൾ അതെന്തായി? 300. വരുന്നത് 342. ഇത് എവിടെ ആൻസർ വരിക? അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ആയാണ് വരിക. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ 342. ഇവിടെ വരുന്നത് പേൾ മാറ്റിയിടുമ്പോൾ കിട്ടുന്ന 342. ഇതിൽ 604 കിട്ടുന്ന നമ്പർ സ്ട്രിപ്പ് ഏതാണ്? 604 2 ആണ്. ഓക്കെ, ഇതായിരുന്നു 3ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.